എൻ്റെ ഭാരതപ്പുഴ ദൗത്യത്തിൻ്റെ 2ാം ദിവസം. പുഴയിലിറങ്ങി നേരിട്ട് ചിത്രീകരിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. മനോഹരമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലുള്ള റോഡുകളിലൂടെയാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്നത്. ഒരു സൈഡിൽ തകർന്നു കിടക്കുന്ന പഴയ പാലം നമുക്ക് കാണാം. പഴയ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ പാലം പിന്നീട് പണി കഴിപ്പിക്കുകയായിരുന്നു. പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അത് തകർന്നു വീണിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പാലത്തിലൂടെ മാത്രമാണ് ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ തെക്കുവശം ചേർന്ന് ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നു. പുഴയുടെ വടക്കുവശം ചേർന്ന് ശാന്തി തീരം സ്ഥിതി ചെയ്യുന്നു. ഇന്ന് അത്യാവശ്യം തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. വിശാലമായ മണൽപ്പരപ്പാണ്. പുഴയുടെ തെക്കുവശം ചേർന്നാണ് വെള്ളം ഒഴുകുന്നത്. അതിവിശാലമായി നീണ്ടു നിവർന്നു കിടക്കുന്ന മണൽപ്പരപ്പും ഒരു ഭാഗത്തുകൂടി വെള്ളവും ഒഴുകുന്നു. കുറച്ചുപേർ അവിടെ കുളിക്കുകയും വസ്ത്രങ്ങൾ അലക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അലക്കിയ വസ്ത്രങ്ങൾ നിവർത്തി ഉണക്കാനിട്ടിരിക്കുന്നതും കണ്ടു. പുഴയുടെ കിഴക്കുവശത്തെ ഈ കാണുന്നത് റെയിൽവേ പാലമാണ്. വിശാലമായ മണൽപ്പരപ്പിലൂടെ കുതിരസവാരി നടത്തുന്ന ഒരാൾ. റെയിൽവേ പാലത്തിലൂടെ തീവണ്ടി വളരെ സാവധാനം ഓടിപ്പോകുന്ന കാഴ്ച വളരെ മനോഹരം തന്നെ. ആ കാഴ്ചയിൽ കുറേ നേരം നോക്കി നിൽക്കുകയുണ്ടായി.
ഭാരതപ്പുഴയുടെ ഈ മനോഹരമായ കാഴ്ചകൾ പറഞ്ഞറിയിക്കുന്നതിലും എത്രയോ വലുതാണ് കണ്ട് നേരിട്ട് വന്ന് അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം വന്നിരുന്ന് കാറ്റുകൊള്ളുവാനും ഈ മനോഹര ദൃശ്യഭംഗികൾ ആസ്വദിക്കുവാനും ഇതിലും മനോഹരമായ ഒരു സ്ഥലം വേറെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാരതപ്പുഴ യാത്രയുടെ 2ാം ഘട്ടം ഇവിടെ തീരുകയാണ്.